ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മുത്തുക്കിളി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ മുത്തുക്കിളി വന്നു ഗായ്സ്. പനിയായിട്ടാ വന്ന കേട്ടോ. ചുമ, കൊര എല്ലാം ഉണ്ട് മുത്തിന്. അപ്പം ഞാനൊന്നും പറയുന്നില്ല. അപ്പം ഞങ്ങള് ചേട്ടൻ്റെ വീട്ടിൽ, അപ്പോൾ അതാ ഞങ്ങൾ സുജയുടെ വീട്ടിലോട്ട് പോവുക. അവിടുത്തെ കിച്ചുവിൻ്റെ ബർത്ത്ഡേയും കിച്ചു പാസ്സായതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോവാം. അപ്പോൾ അതാണ് ഞങ്ങളിവിടെ ഒരു കേക്ക് മുറിപ്പ് ആഘോഷിക്കാൻ പോവാണ് കേട്ടോ. എല്ലാരും വന്നില്ലടാ അവന് കമ്പനിക്ക്. കിച്ചുവിന് ഇന്ന് 18 വയസ്സ് അല്ലേ? 18 വയസ്സ് ഇന്ന് വയസ്സ് പറഞ്ഞുകൂടാന്ന്. മുത്തടി പൊടിച്ചമ്മയൊക്കെ ചെന്നില്ലേ? ചെല്ലേ സുജ ഇല്ലടി. അലപ്പറകളില്ലേ? നിന്ന് കേക്ക് മുറിക്കണ ചെല്ലടി. പെട്ടെന്ന് മുറിക്ക്. ആണോ? അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ. അമ്മ മാറിയിക്കാതെ അങ്ങോട്ട് തന്നെയില്ലേ? നീ അവിടെ ചെന്നേക്ക്. പൊടിച്ചമ്മയല്ലേ? പൊടിച്ചമ്മയ്ക്ക് കൊടുക്കണ. പൊടിച്ചമ്മയ്ക്ക് കൊടുക്ക. ഇച്ചിരി തറ വീഴല്ലേ. കിച്ചു അങ്ങനെ ഒരു പുരുഷനായിരിക്കും. 18 വയസ്സ് കേട്ടാ. കുഞ്ഞമ്മേ മോനും ആട്ടാ. കുഞ്ഞമ്മേ മോനും. ഇവിടെ ഒന്നും ആക്കല്ലേ മോനെ. ചെല്ലടാ. ഇവളത് ഒടിഞ്ഞു കിടക്കുന്നത്. ഇവളെ കാണാൻ പോണോന്ന് പറഞ്ഞ അവള് കേക്ക് തിന്നാ വന്നേക്കുന്നത്. ഹരീഷ് കാലടിച്ചൊടിച്ച്. അത് മോശമായി പോയട്ടോ. നേരത്തെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെക്കണമായിരുന്നു. അതാണ്ട് കേക്ക് മുറിച്ചിട്ട് സുകന്യയ്ക്കും കൊച്ചിനും പോകണം. അപ്പോൾ ഞങ്ങൾ വിടുന്നില്ല, കഴിച്ചിട്ട് വന്ന്. അപ്പോൾ അവൾക്ക് ഭയങ്കര നിർബന്ധം, പോയേ പറ്റത്തോ. നീ സുബി മൂത്തവർക്ക് കൊടുക്കടി കേക്കൊക്കെ. കൊച്ചുങ്ങൾക്ക് കൊടുക്കാതങ്ങ് ഒടിഞ്ഞു കിടന്നാലെന്താ അവള്. ഞാൻ ഒരു കേക്ക് ഇങ്ങോട്ട് വിളമ്പാൻ വിളിച്ചപ്പോ കസേര മുമ്പേ അങ്ങ് പിടിച്ച്. ആ സൂര്യക്ക് എന്തെങ്കിലും ഒക്കെ കൊടു. അവളെ കോലം കണ്ട. ആണോ? അപ്പൊ ചിക്കൻ ഫ്രൈ. പിന്നെന്താ വേണ്ടി? പൊറോട്ട. ദോശ, സാമ്പാർ. ഇച്ചിരി പഞ്ചസാര ഇട്ടില്ല. മുത്തേ വാ. എവിടത്തെയാടാ?
കറിയില്ലേടേ ഗ്രേവിയാ. കൊള്ളാം, നല്ല ഫ്രൈ. എവിടുത്തെ ഇപ്പൊ തുടങ്ങിയ നോക്കേ, അവൻ പറക്കി വെച്ചേക്കുന്ന ബർത്ത്ഡേ ആകുമ്പോ ഒരു മര്യാദ ഒക്കെ വേണം കിച്ചു കേട്ടാ. ഞാൻ വിചാരിച്ച അവർക്ക് എല്ലാവർക്കും കൂടാണ്. പൊടിച്ചമ്മയ്ക്ക് വേണ്ടേ? ഇതാര് ഇപ്പൊ കണ്ട യൂട്യൂബ് അല്ല വീഡിയോക്ക് വേണ്ടി ഇത്രയും ഇതെന്തുവാടാ ചിക്കൻ ഫ്രൈ തിന്നെ ഒരു മാർക്ക് മേടിച്ചില്ല. ഓരോരുത്തർ ഒളിച്ചിരുന്ന് കഴിക്കുന്നത്. ഞാനൊന്നും പറഞ്ഞില്ലേന്ന് പറഞ്ഞ് പൊടിച്ചമ്മ സിനിമയിലെടുക്കും. പാവ ഹരീഷ് താഴ്ചയിലിവറാന്നൊക്കെ പറഞ്ഞ് വല്ല കാര്യമുണ്ട്. സിനിമയിലെടുത്തു നിങ്ങളെ മൂന്നുപേരും സിനിമയിലെടുത്തു. അങ്ങോട്ട് നോക്കണം. ഇവള് കടയിൽ പോയി കഴിച്ചായിരുന്നെങ്കിൽ ഇവക്ക് നല്ല ബഡ്ജറ്റ് ആയേനെ. ഇത് ഞങ്ങള് കുറച്ച് തന്നില്ലേ. ഞാൻ ട്യൂഷൻ ഫീസ് എത്ര കൊടുക്കണം? പൊടിച്ചപ്പോ ചവയ്ക്കോ? ഇന്നലെ നമ്മൾ സുജയുടെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുത്തില്ല. തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നം, പനിയൊക്കെ ആയി. സംസാരിക്കാൻ പോലും വയ്യ. തൊണ്ടവേദന, ഭയങ്കര തൊണ്ടവേദന. മുത്തെനിക്ക് പനിയും കൂടെ തന്നു. അപ്പം ഇന്ന് പിന്നെ നമ്മൾ വെളുപ്പിലെ അമ്മുക്കുട്ടി വന്ന് അമ്മുക്കുട്ടിയെ വിളിക്കാൻ 3 മണിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് വന്ന് കയറി കിടന്ന് അന്നേരം ഉറങ്ങി. ഇന്ന് അവളുമാരൊക്കെ ഉണ്ട്. അവളുമാരെ ഞാൻ കാണിച്ചു തരാം. 2 എണ്ണം വന്നട്ടെ. ഇച്ചിരി നേരം എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കാതെ 2 പേരും ഇങ്ങോട്ട് ഇറങ്ങി വാ. സീരീസ് കാണാനാണോ വന്നേ? ഇങ്ങോട്ടോ വാ. ഇടി നിന്റെ പനിയാ എനിക്കെന്നോ? ഞാൻ ഇന്നലെ ഒരു പൊടി ഉറങ്ങിയില്ല മുത്തേ, തൊണ്ടവേദനയായിട്ട്. ആ ഇങ്ങോട്ട് നീ കടയിലൊക്കെ പോടോന്ന് പറഞ്ഞേ. എന്തേ ബാഗ്? മുത്തിന്റെ ഗിഫ്റ്റ്. പിന്നെ മുത്തിന്റെ ഗിഫ്റ്റ് അമ്മൂന് ബർത്ത്ഡേ. ഇഷ്ടപ്പെട്ട മുക്കുട്ടിയുടെയും മുത്തിന്റെയും ബർത്ത്ഡേ ആട്ടാ. ജൂൺ 10ഉം 15ഉം. രണ്ടുപേരും അതുകൊണ്ട് നമ്മൾ നേരത്തെ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചു. ഇത് പിന്നെ ലോക്കൽ സാധനമാണ്. ഞാൻ നല്ല സാധനം കൊടുത്തേ. അച്ഛൻ പോയി ബീഫൊക്കെ മേടിച്ചോണ്ട് വന്നു. അപ്പം ഞാൻ കുറച്ചെടുത്ത് അവളുമാർക്ക് വേണ്ടി മാത്രം ഒരു ബീഫ് വേറൊരു സ്റ്റൈലിൽ വെക്കുക കേട്ടോ. അവളുമാർക്ക് കറുപ്പിച്ച് വെക്കണം അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ച് കറുപ്പിച്ച് വെക്കാറ്. അവിയലിന് അച്ഛൻ അവിലെന്നൊക്കെ പറയും. നല്ല ബീഫ്
ഇച്ചിരിക്കത്തിരട്ടെ ഇറച്ചി വേണ്ട. എന്നാ ഇന്ന നീ അച്ഛന് ഇറച്ചി വേണ്ട ഗ്രേവി മതിയെന്ന്. ആ മതി മതി. ഓക്കേ. മതി മതി. അങ്ങനെ അങ്ങിട്ട് കൊടുക്കണ്ട. ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട്. വേണം കുറച്ചധികം. ബീഫ് പൊതിച്ചേറാട്ടോ. എനിക്ക് കറി ഒത്തിരി വേണ്ട. ബീഫ് അല്ല ഇത്. പോത്ത്. പോത്തിന്റെ പേര് എന്തുവാ? ബൊഫല്ലോ. ആ. ആരടി അമ്മ എനിക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ ഇങ്ങോട്ട്. മുത്ത അനങ്ങത്തില്ല കേട്ടോ. ഞാൻ അമ്മയടുത്ത് വന്നതിന്റെ അന്ന് തൊട്ട് ബീഫ് അവള് തിന്നട്ടെ. ഒരു പീസ് ഇട്ടേ. ഇനി അവള് തിന്നട്ടെ. കാര്യമുണ്ട്. ഇത് മീൻകറി. ഇന്നലത്തെ മീൻകറി ആട്ടോ. ഇന്നലത്തെ മീൻകറി നല്ല പറ്റിച്ച്. അമ്മ ബീഫ് കറി കൂട്ടത്തില്ല. എടുത്തോട്ടെ ഇതിന് ഇച്ചിരി അവിയല്. ആ ഒന്നും തിന്നണ്ട. ഇത് കറക്റ്റ് പാണ്ടിച്ചി. ഇതെന്റെ സ്പെഷ്യൽ. വെള്ളം കൊടു. ഇതെന്റെ കപ്പ. നമുക്ക് മുത്തിന്റെ പാത്രത്തിൽ അവിയലില്ല, മീൻകറി ഇല്ല, ഇറച്ചിക്കറി മാത്രം. ഞാൻ ദോശയും മീൻകറിയും മീനും കൂടെ അല്ലേ തിന്ന കുറച്ച് മുന്നേ. കൊറേ അച്ചാറും. നോക്ക് ഇത് പിന്നെ വെജിറ്റേറിയൻ ഒക്കെ മസ്റ്റാ. അമ്മുവിന് സാമ്പാർ വെച്ചല്ലേ? അമ്മു അവിടെ എന്ത് വരുത്? പനിയല്ലേ മോക്ക്? അപ്പം ഞങ്ങൾ ദാണ്ട ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുവാണ്. എത്ര നാളുകൾക്ക് ശേഷം? 1 മാസത്തിന് ഇല്ലേ? ആ മുത്തിന്റെ ശത്രു അതാ പച്ച. ആ ഇനി ഓണത്തിനെ വരാമെന്ന് പിള്ളേർ പറയും. നീയൊക്കെ വന്നാൽ ഞങ്ങക്ക് കമ്പനിക്ക് നഷ്ടമല്ലേ അച്ഛാ? അച്ഛൻ പോയി ഇന്ന് പോത്ത് ചീനി. അമ്മൂന് ഓണത്തിനേ ഉള്ളില്ലേ? ഉത്തിരിഞ്ഞി ഉണ്ടോടി അവിടെ? തമിഴ്നാട്ടിൽ ഓണം ഉണ്ടോ? മലയാളികളല്ലേ എല്ലാരും? സാമ്പാർ കൊള്ളാവും സാമ്പാർ. ആണോ? അമ്മയ്ക്ക് ഇപ്പൊ എത്ര ഉപ്പിട്ടാലും അമ്മയ്ക്ക് പ്രഷർ അല്ലേ? കുറച്ച് ഉപ്പ് കഴിച്ചാ മതി. എന്താ പനിയുടെയാ? മരുന്ന് കഴിച്ചോ? പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അതുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ടൊക്കെയാണ് പോവാട്ടാ. ഇവിടന്മാർ വരുമ്പോഴല്ലേ പോകുന്നത്. ഇവിടന്മാർക്ക് ബർത്ത്ഡേക്ക് ഉടുപ്പോ എന്തൊക്കെയോ പറയുന്നു. എന്തൊക്കെയോ മേടിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ എങ്ങോട്ട് പോവാ? എന്തോ ഷോപ്പിംഗ്? ബർത്ത്ഡേ അപ്പൊ ആഘോഷിക്കാനോ പറ്റത്തില്ല. കിളവികളൊക്കെ ബർത്ത്ഡേ ഒരു ഉടുപ്പം ബർത്ത്ഡേക്ക് നമ്മൾ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. ബർത്ത്ഡേ നമ്മള് സെലിബ്രേറ്റ് ചെയ്ത് വിടുക. ബർത്ത്ഡേ നമ്മളുടെ സ്പെഷ്യൽ ദിവസം. അതുകൊണ്ട് നമ്മള് ആഘോഷിക്കണമെന്നില്ല. ഒരു ഉടുപ്പിട്ടാലും മതി. എനിക്കതാ വലുത്. കൊട്ടേഷൻ എനിക്ക് പനിയും തന്നിട്ട് കൊട്ടേഷൻ അടിക്കും. എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്റെ വായിലെടുത്ത് മുഖം വെച്ചപ്പോ ഞാൻ ചുമച്ച്. അപ്പൊ വന്ന് പടരുന്ന പനിയാന്ന് തോന്നുന്നു എന്റെ കയ്യിലുള്ളത്. നീ ഇവക്ക് കൂടെ കൊടുത്തിട്ട് വേണം പോവാൻ. പിന്നെ ഞങ്ങള് കടയിലോട്ടൊക്കെ പോട്ട്. എല്ലാരുടെ കയ്യിലും പൈസ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇഷ്ടംപോലെ. ഇന്ന് തന്നെ അഭിപ്രായം ഒരു അഭിപ്രായമില്ല. അഹങ്കാരം. അതെ. നമുക്ക് അകത്തോട്ട് പോവാം. ഞാൻ വരണ്ടേ? ഇവിടെ വന്നിട്ട് മുത്തിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അമ്മക്കുട്ടി 2 ടീഷർട്ടൊക്കെ വാങ്ങി. അതും ബർത്ത്ഡേക്ക് ഇടാൻ ഇനിയും മേടിക്കോളൂ. ഒറ്റയ്ക്ക് നീ എങ്ങോട്ടാ മേഡം? ആ എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നിടത്തോട്ട് ഞാൻ വരുക.
അതാണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ദാണ്ട എടുത്തോണ്ട് വെച്ചപ്പോ മാടനടയിലോട്ട് വന്നു കേട്ടോ. ഇനി ഇവിടുന്ന് ഞങ്ങള് ദൃശ്യം 3 ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് കാണാനായിട്ട് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ദാണ്ട കുറച്ച് പിസ്ത കൊണ്ട് തന്നു. ദേ അമ്മുക്കുട്ടി 9:15 ഞങ്ങള് സിനിമയൊക്കെ കാണാനായിട്ട് പോവാണ്. സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം.